ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 6. തന്റെ ശരീരത്തിലേക്ക് എന്തോ വീഴുന്ന പോലെ തോന്നിയപ്പോൾ ഗൗരി അടച്ചു പിടിച്ചിരുന്ന കണ്ണുകൾ തുറന്നു. വ്യാസ് ഊരി മാറ്റിയ ഷർട്ട് തന്റെ ഡ്രസ്സിന് മുകളിലൂടെ അവളെ ദേഹത്തേക്ക് വീണു. നിമിഷ നേരം കൊണ്ട് അവന്റെ വിയർപ്പും പെർഫ്യൂമും കൂടി കലർന്ന മണം അവളെ പൊതിയുന്നതായി അറിഞ്ഞു. അവൾ വേഗം ആ ഷർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചു. ഇതെന്തിനാ എനിക്ക്? ഹലോ, നീ എന്റെ PA ആണെന്ന് മറന്നുപോയോ? ആ, നിനക്കറിയില്ലായിരിക്കും അല്ലേ? എന്റെ PA എന്ന് പറഞ്ഞാൽ എന്റെ വേലക്കാരൻ എന്നാണ് അർത്ഥം. ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊപ്പം പേഴ്സണൽ കെയറിങ്ങും അതിൽ പെടും. ഇപ്പതാ ഞാൻ വീണപ്പോൾ ഷർട്ട് ചെളിയായി. അത് നീ സ്വന്തം കൈകൊണ്ട് ക്ലീൻ ചെയ്ത് ഷൂട്ടിന് മുന്നേ കൊണ്ടുവന്ന് തരണം. അത് കഴിഞ്ഞ് എനിക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരണം. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എൻ്റെ കൂടെ നീയും വരണം. ഷൂട്ടിങ് ദൂരെയാണെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. എൻ്റെ ഡെയിലി റുട്ടീൻ ചാർട്ട് രോഹിത് നിനക്ക് തരും. അത് കൃത്യമായി ചെയ്യണം. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് നിന്റെ വർക്ക് ടൈം. മനസ്സിലായോ? വളരെ അഹങ്കാരത്തോടെ വ്യാസ് അവളെ നോക്കി പറഞ്ഞു. വ്യാസ് പറയുന്നത് കേട്ട് ദേഷ്യം വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ മനസ്സിലായി എന്ന് തലയാട്ടി. കാരണം ഇപ്പൊ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അത് അവനിലെ വാശി കൂട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ നിസ്സഹായാവസ്ഥ അവന് കൂടുതൽ സന്തോഷമുണ്ടാക്കി. ഗൗരി കൂടുതൽ സംസാരിക്കാതെ വേഗം പുറത്തേക്ക് പോയി. അന്ന് വൈകുന്നേരം ആവുന്നതുവരെ വ്യാസ് ഓരോ പണികൾ കൊടുത്ത് ഗൗരിയെ നെട്ടോട്ടം ഓടിച്ചു. കണ്ണു നിൽക്കുന്നവർക്ക് പോലും അവളോട് സഹതാപം തോന്നിപ്പോയി. തിരിച്ച് ഫ്ലാറ്റിലെത്തിയതും അവളുടെ മുഖം കണ്ട് ലച്ചുവിന് സങ്കടം വന്നു. പാറു, ഞാൻ അയാളെ കണ്ട് ഉണ്ടായ കാര്യം പറയാം. നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടി. എന്റെ ലച്ചു, വ്യാസ് എനിക്ക് തരാൻ പോകുന്ന പണികളുടെ വ്യാപ്തി എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മോനെ ആലോചിച്ചാണ് എനിക്ക് വിഷമം. അവന് നിന്നെ കാണാതെ വിഷമമുണ്ട് പാറു. പിന്നെ കരഞ്ഞൊന്നുമില്ല, അത് തന്നെ സമാധാനം. ലച്ചു വന്നതും ഗൗരി റൂമിലേക്ക് ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന കണ്ണന്റെ തലയിലൂടെ തലോടി. ശേഷം ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നുറങ്ങി. മറ്റൊരിടത്ത് വ്യാസ് ഗൗരിയെ ഏതു വഴിക്ക് എത്രയും പെട്ടെന്ന് തന്റെ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കാം എന്നതിനായുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് രോഹിത് വന്നത്. നീ എന്താടാ ആലോചിച്ചിരിക്കുന്നേ? കുറെ നേരമായല്ലോ. അല്ല, ഇന്നെന്താ ഇത്രയ്ക്ക് സന്തോഷം? ഗൗരി. വ്യാസിന്റെ മറുപടി കേട്ടതും രോഹിത് പകച്ചുപോയി. നീ എന്തോ നാടാ പറയുന്നേ? നീ ഇത്ര നേരം ആ പെണ്ണിനെ പറ്റിയാണോ ഓർത്തോണ്ടിരുന്നത്? എന്താ മോനെ, പകയാണ് ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞ് അവളെ നീ മനസ്സിൽ കുടിയിരുത്തിയോ? വ്യാസിന് പ്രണയം എന്ന വികാരം വന്നോ? അവനെ കളിയാക്കിക്കൊണ്ട് രോഹിത് ചോദിച്ചു. രോഹിത്തിന്റെ ചോദ്യം കേട്ടതും വ്യാസിന് ദേഷ്യം പിടിച്ച് ഒറ്റ ചവിട്ടിന് രോഹിത് നിലത്ത് വീണു. അവന്റെ ഒരു ഞാൻ അവൾക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാം എന്ന് ആലോചിക്കുകയായിരുന്നു, അല്ലാണ്ട് അവളെ ഒപ്പം ഹണിമൂണിന് പോകുന്നതല്ല. ശേഷം ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ അപകടവും ഗൗരി അവന്റെ PA ആവാൻ സമ്മതിച്ചതും ഇന്നത്തെ ദിവസം അവൾക്ക് കൊടുത്ത പണികളും വ്യാസ് രോഹിത്തിനോട് വിശദമായി പറഞ്ഞു. ഡാ, അതൊരു പാവം കുട്ടിയായിട്ടാ എനിക്ക് തോന്നുന്നേ. അന്ന് നീ വണ്ടി നിർത്താതിരുന്നത് നിനക്ക് ബ്ലഡ് കണ്ടാൽ ഉണ്ടാകുന്ന തലവേദന കാരണമാണെന്ന് ആ കുട്ടിക്ക് അറിയാത്തോണ്ടല്ലേ അങ്ങനെയൊക്കെ നടന്നേ. അതിന് അവളെ തെറ്റ് പറയാൻ പറ്റുമോ വ്യാസ്? പിന്നെ നിന്നെ അടിച്ചത് എത്ര വലിയ ആക്ടർ ആണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പെൺകുട്ടിയെ അവൾ അനുവാദമില്ലാതെ ദേഹത്ത് തൊടുന്നത് തെറ്റായതുകൊണ്ടല്ലേ. ഇനി അതാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം അവളെ വല്ലാതെ വലച്ചില്ലേ? ഇനി മതിയടാ. ദേ, നീ അവളെ വക്കാലത്ത് കൊണ്ട് വരണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. നീ നാളെ തിരിച്ചു പോവാനുള്ള കാര്യം നോക്ക്. അച്ഛന് ഒറ്റയ്ക്ക് എല്ലാ ബിസിനസ് കൂടി നോക്കി നടത്താൻ പറ്റില്ല. വ്യാസ് പറഞ്ഞതും ഇനി ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രോഹിത്തിന് മനസ്സിലായി. ആടാ, ഞാൻ ടിക്കറ്റ് എടുക്കാം. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവളെ പപ്പും കൂടെ ബാക്കി വെച്ചേക്കണേ. ആ, ശ്രമിക്കാം. ഡാ, നീ വലിയ നടനായാൽ എന്നെ മറക്കുവോ? എന്നെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിക്കുവോ? അവന്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നുകൊണ്ട്
അവൾ ചോദിച്ചു. അയ്യോ, നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ വലിയ നടനാവൊന്നും വേണ്ട. ഇപ്പോളെ പെണ്ണുങ്ങൾ ക്യൂ ആണ്. ഞാനും ആലോചിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരുത്തിയെ ഗേൾഫ്രണ്ട് ആക്കാൻ. ദേ, അങ്ങനെ വല്ല പൂതിയും മോന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോളെ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നെ തേച്ചിട്ട് വേറെ അവളുമാരുടെ ഒപ്പം പോയാൽ നിന്നെ കൊന്നിട്ട് ഞാൻ വേറെ ഒരുത്തിനെ കെട്ടി സുഖമായി ജീവിക്കും. എന്റെ പൊന്നു മോളെ, അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. നീയല്ലേടി എനിക്കെല്ലാം. നിന്നെ മറന്നിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല, സത്യം. അപ്പൊ ഞാനോ? എന്റെ പൊന്നു മോളെ, ഇവളെ മറന്നാൽ എനിക്ക് ജീവിതമേ ഇല്ലാതാവുള്ളൂ. പക്ഷേ നിന്നെ മറന്നാൽ എനിക്ക് പിന്നെ ജീവൻ തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതെന്താ? നീ എന്റെ ചങ്കല്ലേടി. നിനക്ക് ചെറിയൊരു മുറിവോ വേദനയോ പോലും എനിക്ക് സഹിക്കില്ല. അങ്ങനെയുള്ളപ്പോ നീ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ ചത്തുപോവും. ഹോ, സുഖിച്ചു. അതെ, കാര്യമൊക്കെ കൊള്ളാം. മോനിപ്പോ ക്ലാസ്സിലേക്ക് പോവാൻ നോക്ക്. നിന്റെ ഇവളുടെ ഒപ്പം ഇരുന്ന് ചിലപ്പോ നിങ്ങളെ പോലെ വല്ല പ്രേമത്തിലും ഞാൻ പോയി ചാടും. അയ്യോ, അത് വേണ്ട. നിന്നെയൊക്കെ പ്രേമിച്ചാൽ അവന്റെ കഷ്ടകാലം അപ്പോ തുടങ്ങും. മക്കള് പോയി പഠിക്കാൻ നോക്ക്. ബൈ ഗൗരി, ബൈ ഗീതു, ബൈ വ്യാസ്, ബൈഡ കൊരങ്ങ. അവൾ വിളിച്ച ദേഷ്യത്തിൽ അവൻ കയ്യിലിരുന്ന ബാഗ് അവൾക്ക് നേരെ എറിഞ്ഞു. വ്യാസ്! ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ ഗൗരി ആകെ വിയർത്ത് കുളിച്ചിരുന്നു. അവൾ വേഗം കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു. ശേഷം അവൾ എന്നും എടുത്ത് നോക്കാറുള്ള ഫോട്ടോ കയ്യിലെടുത്തു. 3 പേരുള്ള ഫോട്ടോ ആയിരുന്നത്. നടുവിലായി വ്യാസ്. അവൻ ഒരു വശം ഗൗരി, മറുവശം ഗീതു. നീ അറിയുന്നുണ്ടോ ഗീതു? അവൻ നമ്മളെല്ലാം മറന്നു. അവനിപ്പോൾ പണ്ടത്തെ വ്യാസല്ല, ആകെ മാറി. ഇപ്പോൾ ഞാൻ അവൻ അടുത്തുണ്ട്. എന്റെ ചെറിയ വേദന പോലും സഹിക്കാത്തവൻ ഇന്ന് എന്നെ എങ്ങനെ വേദനിപ്പിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അവന് മുന്നിൽ കരയില്ലടാ, തോറ്റു കൊടുക്കില്ല. മോനെ ആലോചിച്ച് മാത്രം എനിക്ക് വിഷമമുള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? കുറെ നേരം പരിഭവങ്ങൾ ഗീതുവിന്റെ ഫോട്ടോ നോക്കി പറഞ്ഞ് അവൾ എപ്പോഴോ ഉറങ്ങി. രാവിലെ 6 മണിക്ക് തന്നെ ഗൗരി വ്യാസിന്റെ ഫ്ലാറ്റിലെത്തി. രോഹിത് വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും ഗൗരിക്ക് പറഞ്ഞു കൊടുത്തു. കോഫിയുമായി വ്യാസിന്റെ റൂമിൽ ചെന്ന് ഗൗരി അവനെ വിളിച്ചു. കണ്ണു തുറന്നു നോക്കിയ വ്യാസ് തന്റെ മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ നോക്കി ഇരുന്നുപോയി. അവളുടെ സൗന്ദര്യത്തിൽ അവൻ മതിമറന്നിരുന്നു. അവളുടെ അടുത്ത വിളിയിൽ വ്യാസ് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ജാളിത മാറ്റുവാനായി കോഫി തണുത്തു എന്ന് വെറുതെ പറഞ്ഞ് ഗൗരിയെ കുറെ ചീത്ത പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ ഗൗരി ചെയ്യുന്നതിലെല്ലാം അവൻ കുറ്റം കണ്ടുപിടിക്കുവാൻ ആയി ശ്രമിച്ചു. ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എല്ലാവരും കാണുകയെ അവളെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു. ഷൂട്ട് കഴിഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയ വ്യാസിന്റെ അടുത്തേക്ക് ലച്ചു ചെന്നു. അന്ന് സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. സർ, അവൾ ഇനി ദ്രോഹിക്കരുത്. അവളെപ്പറ്റി ഒന്നും സാറിന് അറിയില്ല. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവൾ. ഇന്നും ചെയ്യാത്ത കുറ്റത്തിനാണ് അവൾ സാർ നൽകുന്ന ഈ അപമാനം സഹിച്ചു നിൽക്കുന്നത്. വെറുതെ വിട്ടൂടെ അവളെ? എല്ലാം കേട്ട് വ്യാസ് ഒന്ന് പുഞ്ചിരിച്ചു. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അന്നേ ഞാൻ അറിഞ്ഞതാണ്. അന്ന് കമലേഷ് സർ അവളെ ചീത്ത പറയുമ്പോൾ നിന്നെ നോക്കി കണ്ണു ചിമ്മുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ തന്നെ സംശയം തോന്നി. CCTV നോക്കിയപ്പോൾ സത്യം ഞാൻ മനസ്സിലാക്കി. അതിന്റെ പേരിലല്ല അവളെ ഞാൻ ദ്രോഹിക്കുന്നത്. അത് അവൾക്കും എനിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. സാർ പറഞ്ഞ നിങ്ങൾക്കിടയിൽ നടന്ന കാര്യവും എനിക്കറിയാം. സാറിനെ അവൾ അടിച്ചെങ്കിൽ അതിൽ ഞാൻ തെറ്റ് പറയില്ല. പക്ഷേ അത് സാറിന്റെ ഈഗോ ഹേർട്ട് ചെയ്തെങ്കിൽ ഞാൻ സോറി പറയാം. ലച്ചുവിന്റെ വാക്കുകൾ അവനിൽ അസ്വസ്ഥത നിറച്ചു. താൻ എന്നല്ല, ആര് വന്നാലും അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും പറഞ്ഞ് വ്യാസ് തിരിച്ചു നടന്നു. പക്ഷേ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം മാത്രം അവന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാക്കി. വൈകിട്ട് വ്യാസ് അടുത്ത ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനുകൾ ഡയറക്ടറുമായി ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ആ സമയം ഗൗരി ബാഗിൽ നിന്നും തന്റെ ഡയറി എടുത്തു. അന്ന് നടന്ന സംഭവങ്ങൾ എഴുതി തുടങ്ങി.
വ്യാസ് പുറത്തു വന്നപ്പോൾ കാണുന്നത് ഡയറി എഴുതുന്ന ഗൗരിയെയാണ്. അവൾ അറിയാതെ പിന്നിൽ ചെന്ന് നിന്ന് അവൾ എഴുതുന്നത് അവനും വായിച്ചു. അന്ന് നടന്ന കാര്യങ്ങൾ എഴുതുന്നതിനൊപ്പം വ്യാസിനെ കുറ്റപ്പെടുത്തിയും അവൾ എഴുതുന്നത് കണ്ട് എന്തുകൊണ്ടോ അവന് ചിരി വന്നു. എന്റെ കുറ്റങ്ങൾ എഴുതാനാണെങ്കിൽ ഈ ഒരു ഡയറി ചിലപ്പോൾ മതിയായി എന്ന് വരില്ല. കാരണം നീ ഇനി മാപ്പ് പറയുന്നത് വരെ നിന്റെ ജീവിതത്തിൽ ഒരു ശല്യമായി ഓരോ നിമിഷവും ഈ വ്യാസ് ഉണ്ടാവും. പെട്ടെന്ന് വ്യാസിന്റെ ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടി. പിന്നെ നിൽക്കുന്നവനെ കണ്ടതും ഡയറി വലിച്ചടച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി. മറ്റുള്ളവരുടെ ഡയറി വായിക്കാൻ നാണമില്ലേ തനിക്ക്? ഞാൻ നിന്റെ ഡയറി കട്ടെടുത്ത് വായിച്ചതല്ല. ഞാൻ കാണാൻ പാകത്തിന് ഇരുന്ന് എഴുതിയത് നീയല്ലേ? അപ്പൊ വായിച്ചെന്ന് വരും. അവനും പുച്ഛത്തോടെ അവളോട് പറഞ്ഞു. ചെയ്തത് തെറ്റാണെന്ന് അപ്പോൾ സമ്മതിച്ചു തരരുത്. നീ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് വ്യാസ്? പണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ് പറഞ്ഞത് എന്ന ബോധം ഗൗരിക്കുണ്ടായത്. പണ്ടോ? നീ അതിന് എന്നെ കണ്ടു തുടങ്ങി 2 ദിവസമല്ലേ ആയുള്ളൂ. പിന്നെന്താ നീ അങ്ങനെ പറഞ്ഞേ? സംശയത്തോടെ അവൻ ചോദിച്ചു. സമയമായി. ഞാൻ പോകുന്നു. നാളെ വരാം. എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ച് ഗൗരി വേഗം ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. ഗൗരി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് തന്നെയായിരുന്നു അന്ന് രാത്രി മുഴുവൻ അവൻ ആലോചിച്ചത്. അവൾ വെറുതെ പറഞ്ഞത് ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ എന്തുകൊണ്ടോ വ്യാസിന് സാധിച്ചില്ല. രോഹിത് പോകുന്നതിന് മുന്നേ ഗൗരിക്ക് വ്യാസിന്റെ എല്ലാ കാര്യങ്ങളും, ചെയ്യേണ്ട രീതികളും, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ ബ്ലഡ് കണ്ടാൽ അവനുണ്ടാകുന്ന പ്രോബ്ലം മാത്രം അവളോട് പറഞ്ഞില്ല. അത് പറയരുതെന്ന് വ്യാസ് തടഞ്ഞിരുന്നു. അതെ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. തിരിച്ചു വരുമ്പോൾ ഈ ഫ്ലാറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവണേ. ടോമും ജെറിയും കൂടി എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. രോഹിത് 2 പേരോടും യാത്ര പറഞ്ഞു പോയി. അപ്പൊ എങ്ങനാ തുടങ്ങല്ലേ അവൻ പറഞ്ഞ പോലെ ടോം ആൻഡ് ജെറി ഫൈറ്റ്? വ്യാസ് ചോദിക്കുന്നത് കേട്ടിട്ടും ഗൗരി മറുപടി ഒന്നും കൊടുക്കാത്തത് വ്യാസിനെ ദേഷ്യം പിടിപ്പിച്ചു. ഡി, നീ ഞാൻ പറഞ്ഞത് കേട്ടിട്ടും എന്താടി മിണ്ടാണ്ട് നിൽക്കുന്നേ? എവിടെ പോയത് നിന്റെ ശൗര്യം? ഇത്ര പെട്ടെന്ന് നീ പത്തി മടക്കിയോ? സോറി സർ, ഞാൻ നിങ്ങളുടെ പിയാണ്, ഭാര്യയല്ല. സോ എടി പോടി എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അത് മാത്രമല്ല, എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളല്ലാതെ സാറിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്നെ എടിയെന്ന് വിളിച്ചാൽ നീ എന്തോ ചെയ്യും? ഇനി ഞാൻ നിന്നെ എടി എന്നേ വിളിക്കൂ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? പറയടി. അവന്റെ സംസാരം കേട്ട് അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വഴക്കൊഴിവാക്കാൻ വേണ്ടിയാണ് സംസാരം കുറയ്ക്കാം എന്ന തീരുമാനമെടുക്കാൻ കാരണം. പക്ഷേ വ്യാസ് മനഃപൂർവ്വം കാരണമുണ്ടാക്കി വഴക്കുണ്ടാക്കാൻ വരികയാണ് എന്ന് ഗൗരിക്ക് മനസ്സിലായി. ഗൗരി ഒന്നും പറയാതെ അവിടെ നിന്നും കിച്ചണിലേക്ക് പോയി. അവൾ തിരിച്ച് മറുപടി പറയാത്തത് അവനെ കൂടുതൽ ചൊടിപ്പിച്ചു. അവനും കിച്ചണിലേക്ക് ചെന്നു. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഗൗരിയെ കൈ പിടിച്ച് വലിച്ച് ചുവനോട് ചേർത്തു. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് വ്യാസ് പറഞ്ഞു, നീ പറഞ്ഞിട്ട് ബാക്കി പണി ചെയ്താൽ മതി. ഞാൻ എടി പോടി എന്നൊക്കെ വിളിച്ചാൽ നീ എന്ത് ചെയ്യുമടി? അവൻ കുത്തിപ്പിടിച്ച കവിൾ അവൾക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു. അത് അവളുടെ ദേഷ്യത്തിന്റെ നിയന്ത്രണവും തെറ്റിച്ചു. കൈയെടുക്കണം സർ. വളരെ ദേഷ്യത്തിൽ വ്യാസിനെ നോക്കി അവൾ പറഞ്ഞു. കൈ എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അവളെ കൂടുതൽ മൂച്ചു കൂട്ടുവാനായി അവൻ പറഞ്ഞു. അന്ന് കിട്ടിയ പോലെ അടുത്ത കവളിലും കിട്ടും. ആഹാ, അത്രയ്ക്കായോ നീ? എന്നാ നീ അടിക്കുന്നത് എനിക്കൊന്ന് കാണണം. അത്രയും പറഞ്ഞ് വ്യാസ് അവളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നു നിന്നു. അവളുടെ കവളിലെ പിടുത്തവും മുറുകി. അവൾ ശക്തിയെടുത്ത് അവനെ തള്ളി മാറ്റുവാൻ ശ്രമിച്ചപ്പോൾ വ്യാസ് ഒരു കൈകൊണ്ട് അവളെ 2 കൈകളും ബന്ധിച്ചു. ഡാ,